അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു BMW 1:21 സ്കെയിലിൻ്റെ കാറിൻ്റെയും ഈ ഒരു 1:36 BMW ബ്ലാക്ക് കാറിൻ്റെയും കമ്പാരിഷനാണ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും സ്കെയിലിനും അതേപോലെ തന്നെ പ്രൈസിനും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് 385 റുപ്പീസ് ആണെങ്കിൽ ഇത് 1650 ആണ്. സോ ഞാൻ പൊതുവേ പ്രീമിയം കാർസ് നമ്മുടെ പേജിൽ എടുക്കാറില്ല. ഇതാണ് നമ്മളെടുത്ത ഫസ്റ്റ് പ്രീമിയം കാർ. സോ ഈ ഒരു കാറിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ്, അതേപോലെ തന്നെ ഈ കാറിൻ്റെ ഡിഫറൻസസ്, അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് തിങ്, ഇതിൻ്റെ രണ്ടിനും പെയിൻ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ രണ്ടിനും പെയിൻ ക്വാളിറ്റി ഓൾമോസ്റ്റ് സിമിലർ ആണ്. രണ്ടും അത്യാവശ്യം നല്ല പെയിൻ ക്വാളിറ്റി ഉള്ള മോഡലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാറിൻ്റെയും ഫ്രണ്ട് ഡോർസ് രണ്ടും ഓപ്പണബിൾ ആണ്. അത് ഈ കാറിൻ്റെയും ഫ്രണ്ട് ഡോർസ് മാത്രമാണ് ഓപ്പണബിൾ ആയിട്ടുള്ളത്. കാർ നോക്കുകയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് BMW ബാഡ്ജിങ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇത് BMW M3 മോഡലാണെന്നുള്ള ഡീറ്റെയിലിങ്സും നമ്പർ പ്ലേറ്റ്, അങ്ങനെ മൈന്യൂട്ട് കമ്പനി ലോഗോ ഡീറ്റെയിലിങ്സ്, അങ്ങനെ ഫ്രണ്ട് ഗ്രില്ല്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഈ കാറിലുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാർ നോക്കുകയാണെങ്കിൽ ഇതിൽ BMW ബാഡ്ജിങ്ങോ അല്ലെങ്കിൽ തന്നെ ഏതാ മോഡൽ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസും ഇല്ല. പിന്നെ വേറെ കാര്യം, ഈ രണ്ട് കാറും ലൈറ്റ് കത്തും. സോ ഇതിനൊരു വിത്ത് സൗണ്ട്, ഡ്രിഫ്റ്റ് സൗണ്ടിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ടാവും ഇതിൽ. അത് ചേർത്തിട്ടുള്ള ഒരു ലൈറ്റാണ് ഇതിൽ വരിക. പക്ഷെ നമ്മൾ ഈ കാർ നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് മോഡുണ്ട്. ഒരു മോഡ് നോർമൽ പാർക്കിംഗ് ലൈറ്റ് പോലെ എല്ലാ ലൈറ്റും ഓൺ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ട്, മറ്റേ കാറിൻ്റെ ബാക്കിൽ ലൈറ്റ് ഇല്ല. പിന്നെ അടുത്ത മോഡ് എന്ന് പറയുന്നത് സെയിം ഈ കാറിനുള്ള അതേ സൗണ്ട് എഫക്റ്റ് പോലെ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സൗണ്ട് എഫക്റ്റാണ് വരിക. സോ ഇതിനിങ്ങനത്തെ രണ്ട് മോഡുണ്ട്. പക്ഷേ ഇതിന് ജസ്റ്റ് ആ സൗണ്ട് എഫക്റ്റ് ഉള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കാറിന് മെയിൻ ഡീറ്റെയിലിംഗ് നടക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എഞ്ചിനാണ്. എഞ്ചിൻ നമ്മൾ തുറക്കുന്ന ആ ഒരു ഹോൾഡർ മുതൽ കംപ്ലീറ്റ് പ്രീമിയം രീതിയിലാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ബിൽഡ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഡോർസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മിറർ ഉണ്ടാവും. ആ മിററിൽ ചെറിയൊരു ഗ്ലാസ് ഫിനിഷ് വരെ കൊടുത്തിട്ടുണ്ട്. ഈവൺ ആ മിറർ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഡോർ ഓൾറെഡി ഓപ്പണബിൾ ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു രസം, ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മൾ അടയ്ക്കുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് ഉണ്ടേന് ആണോ, ഈ ഒരു സൗണ്ട് ഉണ്ടേന്. സോ ഇത് അത്യാവശ്യം കൊള്ളാം. നമ്മൾ എങ്ങനെ അടച്ചാലും ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പോയിലറിൽ ഉണ്ടോ, ഇവിടെ ഒരു സിൽവർ ക്രോം ഫിനിഷ് പോലെ ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ്സ് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ഒരു കൊടുത്തിട്ടുണ്ട്. ഈവൻ ബാക്ക് സീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് അടക്കം ഭയങ്കര ഹൈ ആണ്. പിന്നെ ഇതിന് ടയർ നോക്കുമ്പോൾ നല്ല ഫിനിഷുള്ള ഒരു അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വർക്കിംഗ് സസ്പെൻഷൻ ഉണ്ട്. പിന്നെ വേറൊരു സംഭവം, ഇത് നമുക്ക് ഈ വീൽ ടേൺ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ടയേഴ്സ് രണ്ടും കണക്ട് ചെയ്തിട്ട് ഇവർ ടേണിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ ഹിഡൻ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് തുറക്കാൻ പറ്റും. സോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ ഇത്രയും അഡീഷണൽ ഓപ്ഷൻസും ഇതിൻ്റെ സ്കെയിലും കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം ഐറ്റാണ് നമ്മുടെ പേജിൽ. സോ ഇത് ബഡ്ജറ്റ് സീരീസുമാണ്. ബട്ട് സ്റ്റിൽ 385 റുപ്പീസിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഈ കാറിൽ അവർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതെങ്ങനെ നോക്കിയാലും ഒരു ചീപ്പ് കാറായിട്ട് തോന്നില്ല. ഏത് ആംഗിളിലും ഇതൊരു ഹൈ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ ഉള്ള രണ്ട് BMW കളക്ഷൻസ്.